നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. ഗാസ മുനമ്പിൽ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ ധാരണയായതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. താൽക്കാലിക വെടിനിർത്തൽ ഉൾപ്പെടെയുള്ള കരാർ അവസാന നിമിഷത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ അന്തിമമാക്കുന്നത് വൈകിപ്പിച്ചതിനെ തുടർന്നാണ് ഇത്തരം നടപടികളിലേക്ക് കടക്കുന്നത്. 2023 ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ 1200-ലധികം ഇസ്രയേലികളെ കൊല്ലുകയും നൂറുകണക്കിന് ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തപ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. ഇതിനുശേഷം ഇസ്രയേൽ സൈന്യം ഗാസയിൽ നിരന്തരമായ ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട്. ഇത് 46,000 പലസ്തീനികളെ കൊന്നൊടുക്കുകയും ചെയ്തു. 42 ദിവസം നീണ്ടു നിൽക്കുന്ന വെടിനിർത്തൽ കരാർ ലക്ഷ്യമിടുന്നത് ശത്രുത താൽക്കാലികമായി നിർത്തുക, ഹമാസ് ബന്ദികളാക്കിയവരുടെ മോചനം സുഗമമാക്കുക, ഇസ്രയേൽ കസ്റ്റഡിയിലുള്ള പലസ്തീൻ തടവുകാരുടെ സ്വാതന്ത്ര്യം ഉറപ്പാക്കുക, ഗാസയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടിയിറക്കപ്പെട്ട പലസ്തീനികളെ അവരുടെ വീടുകളിലേക്ക് മടങ്ങാൻ പ്രാപ്തരാക്കുക എന്നിവയാണ്. 5 നിർദ്ദിഷ്ട പ്രദേശങ്ങളിൽ നിന്ന് ഒഴികെ എല്ലായിടത്തു നിന്നും ഇസ്രയേൽ പിൻവാങ്ങും. എന്നാൽ അതിർത്തിയിൽ നിന്ന് 700 മീറ്റർ അകലെ വരെ തങ്ങളുടെ നിരീക്ഷണം ഉണ്ടാകുമെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. മധ്യസ്ഥരുടെ മേൽനോട്ടത്തിൽ റാഫ അതിർത്തി കടക്കാൻ പലസ്തീനികളെ അനുവദിക്കും. ക്രോസിംഗിലൂടെ പലസ്തീനു വേണ്ട സഹായങ്ങൾ എത്തിക്കും. എന്നാൽ ഹമാസിൽ നിന്ന് പൂർണ്ണ മോചനം കിട്ടിയാൽ മാത്രമേ സാധാരണക്കാരെ ക്രോസിംഗ് കടക്കാൻ അനുവദിക്കുകയുള്ളൂ. പരിക്കേറ്റ 50 പലസ്തീൻ പൗരന്മാരെ ആശുപത്രികളിലേക്ക് മാറ്റും. എന്നാൽ ഓരോ പ്രവർത്തകനും ഈജിപ്തിന്റെയും ഇസ്രയേലിന്റെയും നിരീക്ഷണത്തിൽ മാത്രമേ റഫ ക്രോസിംഗ് കടക്കുകയുള്ളൂ. അഭയാർത്ഥികളെ ആദ്യ ആഴ്ചകളിൽ കാൽനടയായി ഗാസയുടെ വടക്കൻ പ്രദേശങ്ങളിലേക്ക് മടങ്ങാൻ അനുവദിക്കും. എന്നാൽ 2 ആഴ്ചയ്ക്ക് മുൻപ് വാഹനം ഉപയോഗിക്കാൻ പാടില്ല. 33 ബന്ദികളെ ആദ്യഘട്ടത്തിൽ പുറത്തുവിടുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആദ്യം സ്ത്രീകളും കുട്ടികളും തുടർന്ന് വനിതാ സൈനികരും എന്ന കണക്കിനാണ് പുറത്തേക്ക് വിടുന്നത്. പിന്നീട് 50 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർ, മാനുഷിക കേസുകൾ എന്ന് വിലയിരുത്തപ്പെട്ട യുവാക്കൾക്കും ചില ആനുകൂല്യങ്ങൾ നൽകുമെന്ന് കരാർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. ഇതിനു പകരമായി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട 250 പേരുൾപ്പെടെ ശിക്ഷിക്കപ്പെട്ട 2000 ഭീകരരെയാണ് ഇസ്രയേൽ മോചിപ്പിക്കേണ്ടത്. ഒക്ടോബർ 7-നു ശേഷം ഇസ്രയേൽ പിടികൂടിയ 1000-ഓളം ഭീകരരെയും മോചിപ്പിക്കും. ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്ന 110 തീവ്രവാദികളെ മോചിപ്പിക്കുന്നതിന് പകരം പരിക്കേറ്റവരോ രോഗികളോ ആയ ബന്ദികളെയും മോചിപ്പിക്കും. എന്നാൽ ഒക്ടോബർ 7-ലെ ആക്രമണത്തിൽ പങ്കെടുത്ത ഹമാസ് ഭീകരരെ ഒരു കാരണവശാലും മോചിപ്പിക്കില്ല എന്നാണ് ഇസ്രയേൽ കരാറിൽ എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഇക്കാര്യത്തിൽ ഒരു ചർച്ചയ്ക്കും തയ്യാറല്ല എന്ന് നെതന്യാഹു ആദ്യം മുതൽ തന്നെ ശഠിച്ചിരുന്നു. 50 വയസ്സിന് മുകളിലുള്ള ഒരു ബന്ദിയെ മോചിപ്പിക്കുന്നതിന് പകരമായി 27 ജീവപര്യന്തം തടവുകാരെയും 31 മറ്റു തടവുകാരെയും എന്ന അനുപാതത്തിലാണ് ബന്ദികളെയും തടവുകാരെയും വിട്ടയക്കുന്നത്. ഇതേസമയം തന്നെ ഫിലാഡൽഫി ഇടനാഴിയുടെ മേൽനോട്ടം ഇസ്രയേലിന് ഇനി ഉണ്ടാകില്ല. ഫിലാഡൽഫി ഇടനാഴിയുടെ മേൽനോട്ടം വേണമെന്ന് ഇസ്രയേൽ ശഠിച്ചു എങ്കിൽ തന്നെയും ഹമാസ് ഇതിനോട് യോജിച്ചില്ല. പ്രദേശത്തുനിന്ന് പിന്മാറാൻ ഇതിനെ തുടർന്ന് ഇസ്രയേൽ തയ്യാറാവുകയായിരുന്നു. പക്ഷേ ഇത് അംഗീകരിക്കാനാവില്ല എന്നതാണ് നെതന്യാഹുവിന്റെ നിലപാട്. ഇതേ തുടർന്ന് കരാർ വന്നതിനു ശേഷം ഗാസയിൽ ശക്തമായ ആക്രമണമാണ് ഇസ്രയേൽ നടത്തിയതും. ഹമാസും ഇസ്രയേലും വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായുള്ള ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച ഖത്തർ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ ഗാസയിലും വെസ്റ്റ് ബാങ്കിലും അതിശക്തമായ ആക്രമണം അഴിച്ചുവിട്ടത്. വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗാസയിൽ നടന്ന ആക്രമണത്തിൽ 87 പേരാണ് കൊല്ലപ്പെട്ടത്. കൊല്ലപ്പെട്ടവരിൽ 21 പേർ കുട്ടികളാണ്, 25 പേർ സ്ത്രീകളും. വെസ്റ്റ് ബാങ്കിലും അതിരൂക്ഷമായ ആക്രമണം തന്നെയാണ് ഇസ്രയേൽ നടത്തിയത്. സംഘടനയുടെ സൈനിക വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡാണ് ആക്രമണം നടന്ന വിവരം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ ഹമാസ് മോചിപ്പിക്കാനിരുന്ന ബന്ദികളിൽ ഒരാളെ പാർപ്പിച്ചിരുന്ന കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായി എന്നാണ് ഹമാസ് അറിയിച്ചത്. അൽ ഖസാം ബ്രിഗേഡിയറിന്റെ വക്താവായ അബു ഉബൈദയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ആദ്യഘട്ടത്തിൽ മോചിപ്പിക്കാനിരുന്ന ബന്ദിയെ താമസിപ്പിച്ച കേന്ദ്രത്തിന് നേരെയാണ് ആക്രമണം നടന്നതെന്ന് അദ്ദേഹം അറിയിച്ചു. എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ നിലവിൽ ഹമാസ് തയ്യാറായിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നെതന്യാഹുവുമായി ചർച്ച നടത്തുകയാണ്. മൊസാദിന്റെ തലവനും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. തീവ്ര വലതുപക്ഷ പാർട്ടി ഹമാസുമായി കരാറിന് തയ്യാറല്ല എന്നതും കാര്യങ്ങൾ സങ്കീർണമാക്കുന്നുണ്ട്. സർക്കാർ വെടിനിർത്തലിന് അനുമതി നൽകുകയാണെങ്കിൽ രാജിവെക്കുമെന്ന് നെതന്യാഹുവിന്റെ കടുത്ത സഖ്യകക്ഷിയായ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ജനുവരി 15-ന് അമേരിക്ക, ഈജിപ്ത്, ഖത്തർ എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ വെടിനിർത്തൽ കരാർ പ്രയോഗത്തിൽ വരുമെന്ന് പറഞ്ഞിരുന്നു.
എങ്കിലും കരാറിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിൽ കഴിഞ്ഞ ദിവസം അനിശ്ചിതത്വമാണ് നിലനിന്നത്. ഇതിന് പിന്നാലെയാണ് ഹമാസുമായി കരാറിൽ എത്തിയെന്ന് ഇസ്രയേൽ അറിയിച്ചിട്ടുള്ളത്. തുടർന്ന് വെള്ളിയാഴ്ച സുരക്ഷാ ക്യാബിനറ്റ് വിളിച്ചു ചേർത്ത് കരാറിന് അംഗീകാരം നൽകുമെന്ന് നെതന്യാഹു അറിയിച്ചു. ഇസ്രയേലും ഹമാസും കരാറിൽ എത്തിയതോടെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും ബന്ദി മോചനത്തിനും ഇത് വഴി തുറക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ഇതൊരു സുപ്രധാന തീരുമാനമാണെന്ന് G7 രാജ്യങ്ങൾ അറിയിച്ചു. ശനിയാഴ്ച കരാറിൽ തീരുമാനമാകുമെന്നും ഞായറാഴ്ച ഇത് നടപ്പിലാക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനെതിരെ ഹർജി ഫയൽ ചെയ്യാൻ 24 മണിക്കൂറാണ് സമയമുള്ളത്. അതിനാൽ തിങ്കളാഴ്ച വൈകിട്ടോടെ ബന്ദി മോചന കരാർ നിലവിൽ വരും. ഇസ്രയേലിന്റെ വിശാലമായ യുദ്ധലക്ഷ്യങ്ങൾ നിറവേറ്റാനുള്ള ശ്രമങ്ങൾ തുടരുന്നതിനിടയിൽ തന്നെ ബന്ദികളുടെ മോചനം ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യം നെതന്യാഹു ഊന്നി പറഞ്ഞു. അമേരിക്കയും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യാന്തര മധ്യസ്ഥരാണ് കരാറിന് സഹായകമായത്. സംഘർഷം രൂക്ഷമാകാനുള്ള ആഗോള താൽപര്യം പ്രതിഫലിപ്പിക്കുന്ന ചർച്ചകളെ പിന്തുണയ്ക്കുന്നതിൽ US പ്രസിഡന്റ് ജോ ബൈഡൻ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. ഇസ്രയേലിനും ഹമാസിനുമിടയിൽ പ്രധാന ഇടനിലക്കാരനായി പ്രവർത്തിച്ച ഖത്തറിന്റെ പങ്ക് ഈ പ്രതിസന്ധി മറികടക്കുന്നതിൽ നിർണായകം തന്നെയായിരുന്നു. മലയാളി വാർത്ത ഇൻ ഡെപ്ത്.